ഇന്ന് റിലീസാവുന്ന സിനിമകളിൽ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു ഇത്. അതിന് കാരണം ഇതിന്റെ ജോണറാണ്. മലയാളത്തിലെ ഫാന്റസി ത്രില്ലേഴ്സ് വളരെ റെയർ ആണല്ലോ. ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്ത് സിജു വിൽസൺ, ബാലു വർഗീസ്, ധീരജ് ബെന്നി തുടങ്ങിയവർ അഭിനയിച്ച പുഷ്പക വിമാനം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. സിജു വിൽസൺ അവതരിപ്പിക്കുന്ന അജയ് എന്ന നായക കഥാപാത്രം ചെന്നകപ്പെടുന്ന ഒരു ക്രൈം, അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ഓട്ടം, അതിനിടയ്ക്ക് കയറി വരുന്ന ഒരു സംഭവം, ഇതൊക്കെയാണ് പുഷ്പക വിമാനം എന്ന സിനിമ പറയുന്നത്. സത്യത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ സിനിമകൾ അധികം കാണാറില്ല. വളരെ സെലക്റ്റീവ് ആണ്. എനിക്ക് സിനിമകളെ കുറിച്ച് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകുമ്പോൾ അത് മിക്കവാറും കറക്റ്റ് ആവാറുണ്ട്. സോ ചില കുഞ്ഞു പടങ്ങൾ നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് ഇഷ്ടമാവില്ല, പിന്നെ റിവ്യൂ ചെയ്ത് മോശം പറഞ്ഞിട്ട് നമ്മൾ മലയാള സിനിമയെ നശിപ്പിക്കുന്നു എന്നൊരു ചീത്തപ്പേര്, അതുപോലെ 25 മിസ്ഡ് കോൾസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഭീഷണി, ഇതൊക്കെ വേണ്ടല്ലോ എന്ന് കരുതി പോകാത്തതാണ്. സ്റ്റിൽ ഇതിൽ ഈ ഫാന്റസി എന്ന ജോണർ കണ്ടു, അതുപോലെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഒരു ടൈം ട്രാവൽ പടമാണ് എന്നൊരു ഫീൽ എവിടെയോ തോന്നിയത് കൊണ്ടാണ് ഈ പടം കാണാൻ പോയത്. പടത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ ബേസിക് ഐഡിയ കൊള്ളാമായിരുന്നു. അത് സംഭവിക്കുന്നത് ഏകദേശം ഒരു ഇന്റർവെല്ലോട് കൂടിയാണ്. സോ ആ കാര്യത്തിന് ശേഷം സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത പോസിറ്റീവ്, ഇതിന്റെ ക്യാമറ നൈസാണ്. രവിചന്ദ്രനാണ് DOP. അതുപോലെ എഡിറ്റിംഗ് അഭിലാഷ് മോഹനാണ്. രാഹുൽ രാജിന്റെ BGM ചിലയിടങ്ങളിൽ വളരെ നൈസായിരുന്നു. അതേസമയം ചില സമയങ്ങളിൽ ഓവർഡു ചെയ്തതുപോലെയും തോന്നി. BGM വെച്ചിട്ട് രാഹുൽ രാജ് പടത്തെ നൈസ് ആക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് ആർക്കും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഒന്നുമില്ല. സിജുവിനോടൊപ്പം തന്നെ ബാലു വർഗീസ്, സിദ്ദിഖ്, ലെന, പത്മരാജ് രതീഷ്, നമ്രത MV, പിന്നെ പോലീസ് റോളിൽ വന്ന ധീരജ് ബെന്നി കൊള്ളാമായിരുന്നു. ഭാവിയിൽ നല്ല റോളുകൾ കിട്ടിയാൽ മേ ബി പുള്ളി പൊളിക്കുമെന്ന് തോന്നുന്നു. പടത്തിൽ ബേസിൽ ജോസഫിനെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ബേസിലൊക്കെ ഒരു പടം ഏതായാലും ചുമ്മാ ചെയ്യുകയല്ലോ. സത്യമാണ്, പുള്ളിക്ക് ഇതൊരു വെറൈറ്റി ആണ്. ഇങ്ങനെയുള്ളൊരു റോള് പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ല. ദോഷം പറയല്ലോ, ബേസിലിന്റെ പോർഷനൊക്കെ അത്യാവശ്യം നൈസും ആയിരുന്നു. നെഗറ്റീവ്സ്, ബൈ ദ വേ, ഈ ഫുള്ള് നെഗറ്റീവ് ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലാണ് കേട്ടോ. അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ആദ്യത്തെ ഒരു അരമണിക്കൂർ ആയപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് ഞാൻ കരുതിയതാണ്. സോ അത്രയ്ക്ക് നെഗറ്റീവ്സ് ഫസ്റ്റ് ഹാഫിലുണ്ട്. കാലാഹരണപ്പെട്ട ട്രീറ്റ്മെന്റ് ആൻഡ് മേക്കിംഗ് ശൈലി, ചില ടെംപ്ലേറ്റുകൾ ചേർത്തുള്ള എഴുത്ത്, ഡയലോഗ്സ്, പ്രേമം, പാട്ട്. ഞാൻ പറഞ്ഞില്ലേ ടൈം ട്രാവൽ പടമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചെന്ന്. ആദ്യത്തെ അരമണിക്കൂർ കണ്ടപ്പോഴേ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ശരിക്കും ഞാനാണ് ടൈം ട്രാവൽ ചെയ്ത് ഒരു 10-20 കൊല്ലം മുമ്പുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് ആ കാലത്തെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫീലായിരുന്നു എനിക്ക്. പടത്തിന്റെ ഫസ്റ്റ് 40-45 മിനിറ്റ് ക്രിഞ്ച് ഫെസ്റ്റ് ആണ്. ഈ ചാർലിക്കകത്ത് ദുൽഖർ സൽമാൻ കുതിരയുടെ കൂടെ ഓടുന്ന ആ ഒരു സീനുണ്ടല്ലോ, ആ സെയിം സാധനം ഇതിൽ സിജു വിൽസന് മാസ് ഇൻട്രോ അല്ല സെക്കൻഡ് ഇൻട്രോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സ്ലോ മോഷൻ ഉണ്ട് കേട്ടോ. അക്കാര്യത്തിൽ ഒരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല. സിജു വിൽസൺ മുതൽ സിദ്ദിഖിനും ബാലതാരത്തിന് വരെ സ്ലോ മോഷൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കട്ട് ചെയ്താൽ പടത്തിന്റെ ലെങ്ത് ഒരു 20 മിനിറ്റോളം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു അമ്മാവനുണ്ട്. ഒരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. വളരെ കട്ടച്ചളി ആൻഡ് കോമഡി ആൻഡ് വെർപ്പിക്കൽസ്. ഒരു പെണ്ണ് കാണൽ സീനൊക്കെ, ഡയലോഗ്സ് ഒക്കെ 70s തോപ്പിൽ ബാസി ഇതിലും അപ്ഡേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കിക്കിൾ ഇട്ടാൽ പോലും ചിരിക്കാത്ത കുറെ കോമഡി ഉണ്ട്. ബാലു വർഗീസിനെ കാണിക്കുമ്പോഴുള്ള പപ്പയുടെ പപ്പടം കോമഡി, ഇതൊക്കെ ഇപ്പൊ വരുന്ന ദിലീപ് പടങ്ങളിൽ പോലും യൂസ് ചെയ്യുന്നില്ല ചേട്ടാ. പഴയ വന്ദന സിനിമയിലെ പോലെ ഓടുമ്പോൾ ആൾക്കാരെ തട്ടിത്തെറിപ്പിക്കുക, ഓടി ഒരു വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കൂടെ കടന്നു പോവുക, ഇതൊക്കെ 80s തന്നെ നിർത്തിയ കോമഡിയാണ് കേട്ടോ. ബൈ ദ വേ, ഇതിന്റെയൊക്കെ ലിങ്ക് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മാനാട് സിനിമയിലെ പോലെയൊക്കെ ചെയ്താണ്. ബട്ട് അതിൽ ആ ഒരു ടൈം ലൂപ്പിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, ആ ചെക്കൻ ഓടുമ്പോൾ മുകളിൽ നിന്ന് അത് പൊട്ടി താഴെ വീഴുന്നത്, അതൊക്കെ വളരെ സെൻസിബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സെൻസിബിൾ എന്നല്ല, ലോജിക്കൊക്കെ പോട്ടെ, എന്തെങ്കിലും രീതിയിൽ കൺവിൻസിങ് ആവട്ടെ ബ്രോ. ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, നിങ്ങൾ പ്രേക്ഷകരെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ടെംപ്ലേറ്റ്, ക്ലീഷേ, ഇൻട്രൊഡക്ഷൻ, അതുപോലുള്ള ഐറ്റംസ്, അതിന്റെയൊക്കെ ട്രെൻഡ് മാറി, കാലം മാറി. മഞ്ഞുമൽ ബോയ്സും കിഷ്കിന്താകാണ്ഡവും പോലുള്ള പടങ്ങളൊക്കെ വരുന്ന സമയമാണ്. പ്രീഡെസ്റ്റിനേഷൻ, ട്രയാങ്കിള്, ടൈം ക്രൈംസ്, പ്രൈമർ ഒക്കെ പോലെയുള്ള പടങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന അത്രയ്ക്ക് ഇന്റലിജന്റ് ആണ് മലയാളികൾ. സോ അവരുടെ അടുത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ട് ഇത്രയും മോശമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഴുതി അങ്ങനെ കൊണ്ടുവന്ന് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങളെ അടുത്ത് വന്നിട്ടുള്ള ചെറിയ ചില തെലുങ്ക്, കന്നഡ പടങ്ങളുണ്ട്. ആരംഭം, ബ്ലിങ്ക്, ഇതുപോലുള്ള സിനിമകളൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഡയറക്ടേഴ്സിനോടും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടാണ് പറയുന്നത്. ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ മെയിൻ കാര്യം മാത്രം പറ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് പടത്തിൽ പറയുന്നത്? സോ അതൊക്കെ മാറി, പ്രേക്ഷകർ മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആകെ മൊത്തം ടോട്ടലിൽ സെക്കൻഡ് ഹാഫ് ഓക്കെ, ബട്ട് നന്നാക്കി ചെയ്യാമായിരുന്ന ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ ഒക്കെ ആയിരുന്നു. അത് വളരെ കാലാഹരണപ്പെട്ട ട്രീറ്റ്മെന്റ് ആൻഡ് മേക്കിംഗ് ശൈലി കൊണ്ട് ഒരു ബിലോ ആവറേജ് അനുഭവമാക്കി മാറ്റിയ ഒരു സിനിമയാണിത്. ബൈ ദ വേ, പരീക്ഷണ ചിത്രം എന്നൊക്കെ പറയുന്നു, പക്ഷേ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. പുതുതായിട്ട് എന്തെങ്കിലും
ഒന്ന് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ പരീക്ഷണം എന്ന് പറയാൻ പറ്റുക. ഈ സെയിം പ്ലോട്ട് 1986 സത്യനന്ദിക്കാട് പരീക്ഷിച്ചിട്ടുണ്ട്. റഹ്മാൻ, മോഹൻലാൽ, തിലകൻ, ബഹദൂർ ഒക്കെ അഭിനയിച്ച് ആ പടം അന്ന് യാതൊരു ടെക്നോളജി ഡെവലപ്മെന്റ്സും ഇല്ലാത്ത കാലത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു വെച്ച ഒരു പടമായിരുന്നു. പിന്നെ അതുപോലെ 2016 പൃഥ്വിരാജ് നായനായിട്ട് ഒരു പടം വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഫാമിലി ഡ്രാമയാണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ആയിരുന്നു. സോ ഇത് പുതുമയുള്ള ഒരു സംഭവമൊന്നുമല്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ എനിക്ക് വളരെ നിരാശയാണ് ഈ സിനിമ സമ്മാനിച്ചത്. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.